ഹായ് ഗൈസ്, പവിത്രം പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിൻ്റെ ഈ തണുപ്പൻ പ്രതികരണവും വിക്രമിനെ സപ്പോർട്ട് ചെയ്തുള്ള സംസാരവും നമ്മുടെ നന്ദിനിക്ക് അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. നന്ദിനി ഫോൺ എടുത്ത് വേദയെ അലറി വിളിച്ചു പറയുന്നുണ്ട്, നീയും നിന്റെ ഗുണ്ടാ ഭർത്താവ് വിക്രമും കൂടി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നത് എൻ്റെ ഭർത്താവും ഈ കുടുംബത്തിലുള്ളവരുമാ. അറിയോ നിനക്ക്? അച്ഛന് ശരീരത്തിനൊന്നും പറ്റിയില്ല, പക്ഷെ ഇപ്പോഴേ ധർമ്മവും നീതിയും ഒക്കെ ഉപേക്ഷിച്ച് കൊട്ടേഷൻ പണിക്ക് ഇറങ്ങുന്ന മട്ടായിട്ടുണ്ട് എന്ന്. വേദ ഒന്നും മിണ്ടിയില്ല. ഈ സമയത്ത് വിക്രം ഇതറിഞ്ഞാൽ കൂടുതൽ ദേഷ്യമാകുമെന്ന് വേദയ്ക്ക് അറിയാം. അത് പിന്നീട് ദോഷം ചെയ്യുകയും ചെയ്യും. പിന്നീട് ഡോക്ടർ ഇഷിത വേദയെ ഫോൺ ചെയ്ത് കളിയാക്കുന്നുണ്ട്. ഞാൻ ആ ട്രെൻഡിങ് റീൽ ഓർത്തുപോയി എന്ന് പറയുമ്പോൾ ഏത് എന്ന് വേദ ചോദിക്കുന്നുണ്ട്. വിക്രം നീ എവിടെയാ, വിക്രം നീ എവിടെടാ എന്നൊക്കെ ചോദിക്കുന്ന റീല് എന്ന് പറഞ്ഞ് വേദയെ ഇളക്കുന്നുണ്ട് ഡോക്ടർ ഇഷിത. അത് കഴിഞ്ഞ് വേദ രണ്ടും കൽപ്പിച്ച് വിക്രമിനെ ഫോൺ വിളിക്കുന്നു. വിക്രമിനോട് അച്ഛനെയും ചേട്ടന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം അറിയിക്കുന്നുണ്ട്. കൂടാതെ വിക്രമിനെ കിട്ടാതെ അവർ വിറളി പിടിച്ച് നടക്കുകയായിരിക്കും. അവരുടെ കയ്യിലൊന്നും പെടാതെ നോക്കണം വിക്രം എന്നും പറയുന്നു. ഇത് കേട്ടാൽ പിന്നെ നമ്മുടെ വിക്രത്തിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? രാത്രിയായതും മുഖമൊക്കെ മൂടി വലിയ ഒരു വടിയുമെടുത്ത് വഴിയിൽ കാത്തിരുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെ ബൈക്കിൽ ഇരുട്ടിലൂടെ കോൺസ്റ്റബിൾ വരുന്നത് കണ്ട് വിക്രം ബൈക്ക് തട്ടിമറിച്ച് അയാളെ അടിച്ചു വീഴ്ത്തി. രണ്ട് കാലും പിടിച്ച് ഒടിച്ചു, വടി കൊണ്ട് തല്ലി. എന്നിട്ടും കലി തീരുന്നില്ല. മുഖം മറച്ചതുകൊണ്ട് കോൺസ്റ്റബിളിന് ആളെ കാണാനും പറ്റിയില്ല. അയാളുടെ കാര്യം ഒരു തീരുമാനമായി. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.